നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. വേടനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. കഴിഞ്ഞ ദിവസം കേസരി പത്രാധിപർ NR മധു അദ്ദേഹം നടത്തിയ ചില പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട് അത് വളച്ചൊടിക്കാനുള്ള ഒരു ശ്രമം സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ ചില അടുപ്പുകൂട്ടി ചർച്ചകൾക്കിടയിലൊക്കെ നിൽക്കുന്ന ആളുകളൊക്കെ വല്ലാത്ത രീതിയിൽ ശ്രമിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഈ വേടനുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പല വിഷയങ്ങളും അല്ലെങ്കിൽ വേടൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇവിടുത്തെ ജാതി ഭീകരതയെ വർദ്ധിപ്പിക്കുന്ന വിധത്തിലാണ് ആ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും വിഘടനവാദികളാണ് വേടന്റെ പുറകിലുള്ളത് എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ വേടൻ എന്ന് പറയുന്ന ഒരു പാട്ടുകാരൻ ആ പാട്ട് പാടുന്നതിനൊപ്പം തന്നെ പാലസ്തീനെ അനുകൂലിക്കുന്ന ചില കാര്യങ്ങൾ വരുന്നു. അതേപോലെ തന്നെ നമ്മുടെ രാജ്യം ഒരു യുദ്ധത്തിന്റെ വക്കിലെത്തി നിൽക്കുമ്പോൾ ആ യുദ്ധത്തെ പറ്റി ഒരു അക്ഷരം വേടൻ റാപ്പിലൂടെ പറയാറില്ല. നമുക്ക് വേണ്ട ഇവിടുത്തെ നേരിടുന്ന പ്രശ്നങ്ങളെ പറ്റി പറയാറില്ല. പക്ഷേ ഇയാളെ നവയുഗ അയ്യങ്കാളി എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ഒരു വലിയ മീറ്റു പീഡന കേസിലൊക്കെ ഉൾപ്പെട്ട് നിൽക്കുമ്പോൾ ആ പീഡനത്തെ പോലും ന്യായീകരിച്ച് മെഴുകുന്ന പുതിയ ഫെമിനിസ്റ്റ് വക്താക്കളെ നമ്മൾ വേടന് വേണ്ടി കാണുകയാണ്. അപ്പൊ വേടൻ ചെയ്താൽ തെറ്റല്ല, 5 ഗ്രാം കഞ്ചാവ് മാത്രമല്ലേ, അതൊക്കെ പ്രശ്നമാണോ എന്ന് നോർമലൈസ് ചെയ്യുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ പോവാ. അപ്പൊ മധുചേട്ടൻ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ വളരെ കൃത്യമായി ചില കാര്യങ്ങൾ പറയേണ്ടതില്ല. അതിനൊപ്പം തന്നെ NR മധു അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഇന്നലെ സോഷ്യൽ മീഡിയ ഒക്കെ അദ്ദേഹത്തെ എതിരെ ചില കാര്യങ്ങൾ പറയുമ്പോഴും ഈ ദളിത് വിഭാഗത്തെ പറ്റി അദ്ദേഹം പറഞ്ഞ മറ്റു ചില ഭാഗങ്ങൾ കട്ട് ചെയ്തിരുന്നു അതിൽ നിന്ന്. കാരണം അദ്ദേഹം വളരെ കൃത്യമായി എന്താണ് ദളിതൻ, എങ്ങനെയാണ് ദളിതൻ, അവരാണ് ഈ ഭൂമിയുടെ അവകാശികൾ എന്നുള്ള രീതിയിൽ വീഡിയോ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കട്ട് ചെയ്ത് ഒരു ഭാഗം മാത്രം അടർത്തി മാറ്റി അദ്ദേഹത്തിനെതിരെ പറയുകയാണ്. അപ്പോൾ ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? യഥാർത്ഥത്തിൽ കേരളത്തിൽ ജാതീയതയുണ്ട്, അല്ലെങ്കിൽ കേരളത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന് ജാതീയത എന്നൊരു വിഷയം തന്നെ CPM ഉന്നയിക്കുന്നതിന് പിന്നിൽ പ്രധാനപ്പെട്ട ചില കാരണമുണ്ട്. കാരണം ഇവിടെ അല്ലെങ്കിൽ ഭാരതത്തിൽ ജാതീയതയുണ്ടെന്ന് പറഞ്ഞാൽ മാത്രമേ CPM-ന് നിലനിൽക്കുള്ളൂ. തീർച്ചയായിട്ടും. കാരണം CPM-നെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഈ ജാതി വിറ്റ് കാശാക്കുകയും അവരുടെ ഈ ദളിതരുടെ സ്വത്വം വിറ്റ് കാശാക്കിക്കൊണ്ട് അതിനെ ഒരു തെരഞ്ഞെടുപ്പിന് ഓരോ തെരഞ്ഞെടുപ്പിനും വോട്ട് കിട്ടാൻ വേണ്ടി അവരെ ഉപയോഗപ്പെടുത്തുന്നവരാണ് കേരളത്തിലെ CPM-കാർ. ജാതിയും ദാരിദ്ര്യവും കഷ്ടപ്പാടും ദുരിതങ്ങളും ക്ലാസ് വിഭജനവും ഒന്നുമില്ലെങ്കിൽ കേരളത്തിൽ CPM-ന് നിലനിൽപ്പില്ല. CPM എന്ന് പറഞ്ഞാൽ കേരളത്തിലെന്ന് ഞാൻ പറഞ്ഞതിന് കാരണം CPM കേരളത്തിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ടാണ്. ബാക്കിയുള്ള സ്റ്റേറ്റിലൊക്കെ നാമമാത്രമായി മാത്രമാണ്, ലോകരാജ്യങ്ങളിൽ നാമമാത്രമായി എവിടെയെങ്കിലുമൊക്കെ 1-2 അവിടെ ഇവിടെയൊക്കെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് കേരളം എന്ന് തന്നെ പർട്ടിക്കുലറായി പറയുന്നത്. എന്നാൽ നമ്മൾ ആലോചിച്ച് നോക്കൂ, കഴിഞ്ഞ കുറേ കാലങ്ങളായി ഈ നരേന്ദ്രമോദിയെ ഫാസിസ്റ്റ് എന്ന് ആക്ഷേപിക്കണമെങ്കിൽ ഇവിടെ ജാതീയത ഉണ്ടെന്ന് വരുത്തി തീർക്കണം. അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ ഒരു സ്ത്രീ എന്ന് പറയുന്നത് കേട്ടു, വേടൻ തൊടുത്ത അമ്പ് അവിടെ ചെന്ന് കൊണ്ടത് നരേന്ദ്രമോദിയിലേക്കാണ്, അതുകൊണ്ടാണ് ഇവിടെ പ്രശ്നമുണ്ടായത്. നരേന്ദ്രമോദി എത്രയോ സത്യം പറഞ്ഞ പൊട്ടിച്ചിരിക്കാൻ തോന്നുന്ന പ്രശ്നമാണ്. കാരണം നരേന്ദ്രമോദി എത്രയോ പ്രശ്നങ്ങളെ അതിജീവിച്ച ഒരാളാണ്. 1. 2, വേടൻ എന്താണ് പറയുന്നത്? ലോകരാഷ്ട്രങ്ങളിലെ പ്രശ്നവും ഇവിടുത്തെ കേരളത്തിലെ രാഷ്ട്രീയത്തെയൊക്കെയാണ് പലപ്പോഴും വിമർശിക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷെ വേടനെ ഒരു ഐക്കണാക്കി കൊണ്ടുവരേണ്ടത് CPM-ന്റെ ഒരു ആവശ്യമാണ്. കാരണം കഴിഞ്ഞ കുറെ നാളുകളായി ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇത് തന്നെയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ജാതി പറഞ്ഞിട്ടാണോ? സിനിമയിലാണെങ്കിലും, സിനിമയിൽ ജാതി ഉണ്ടെന്ന് പറയുമ്പോഴും കഴിവുള്ളവർ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്, ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇനി രാഷ്ട്രീയ രംഗത്താണെങ്കിലും ജാതി ഉണ്ടെന്ന് പറയുമ്പോൾ കഴിവുള്ളവർ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. നിരവധി പേർക്ക് ജാതീയമായ ജാതി ഉണ്ട് എന്ന് പറയുമ്പോൾ ജാതി പറഞ്ഞ് പ്രശ്നമുണ്ടാക്കുന്നവർ കേരളത്തിൽ ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഈ ദുരഭിമാന കൊലയൊക്കെയാണ് നമ്മൾ ജാതി എന്ന് പറഞ്ഞ് പലപ്പോഴും കൂട്ടിക്കെട്ടുന്നത്. അത് ഓരോ സ്ഥലത്തെയും അതിൽ നമുക്ക് കൃത്യമായ രീതിയിലേക്ക് ഒരു പക്ഷേ അതിലൊരു നിലപാടെടുക്കാൻ സർക്കാരിന് കഴിയില്ല. കാരണം ഓരോ കുടുംബത്തിന്റെ പ്രശ്നമാണ്. ഈ ദുരഭിമാന കൊല എന്നൊക്കെ പറയുന്ന കുടുംബത്തിന്റെ ആ വീട്ടുകാരുടെ അച്ഛന്റെ അമ്മയുടെ ഒക്കെ പ്രശ്നമാണ്. അവർ വളർത്തിക്കൊണ്ട് വരുന്ന മക്കൾ ഒരു സുപ്രഭാതത്തിൽ അവരെ കളഞ്ഞിട്ട് ഇറങ്ങിപ്പോകുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നമൊക്കെയാണ് ജാതിക്കൊലയും വേണ്ടത്. അതിന് ഞാൻ ന്യായീകരിക്കുന്നില്ല, മാറ്റപ്പെടേണ്ടതാണ്, ഒരു സംശയമില്ല കാര്യത്തിൽ. അതിനെ അങ്ങനെ പറയുമ്പോഴും ഞാൻ പറയുകയാണ്, അപ്പോൾ അത് വെച്ചുകൊണ്ട് അങ്ങനത്തെ ചില വിഷയങ്ങളെ വെച്ചുകൊണ്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ മറന്നുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ ദിവസം ഞാൻ വയനാട്ടിലെ ഒരു കുടില് കണ്ടു. ഈ പറയപ്പെടുന്ന പുരോഗമനമുള്ള ഇവിടെ വരുന്ന ദളിതർക്ക് വരുന്ന ഫണ്ടുകൾ, SC/STക്ക് വരുന്ന ഫണ്ടുകൾ, ആ ഫണ്ടുകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആ ഫണ്ടുകൾ വെട്ടിക്കുറയ്ക്കുന്നതിനെ സംബന്ധിച്ച് ഇവിടെ ആരെങ്കിലും ചർച്ച ചെയ്തിട്ടുണ്ടോ? അടുത്ത കാലത്ത് അവരുടെ ഫണ്ടുകൾ വെട്ടിക്കുറച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഇവിടെ ചർച്ചയാകുന്നില്ല. ഇവിടെ ഈ ജാതി എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ പാവങ്ങളെ പറ്റിക്കാൻ എളുപ്പമാണ്. ചില ആൾക്കാർ അത്തരം ചില ഇമോഷൻസിൽ കുടുങ്ങിക്കിടക്കുന്നവരാണെന്നും ഒരു പക്ഷേ അവർ ജീവിതത്തിൽ പണ്ടൊക്കെ അനുഭവിച്ചു കൊണ്ടിരുന്ന ചില പ്രശ്നങ്ങളാവാം പെട്ടെന്നുള്ളൊരു പൊട്ടിത്തെറിയിലേക്കോ അല്ലെങ്കിൽ ഇത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക സംഘർഷത്തിലേക്കോ അല്ലെങ്കിൽ ഒരു അലറിവിളിയിലേക്കൊക്കെ പോകുന്നത്. അത്തരത്തിലുള്ള ആൾക്കാരെ മുതലെടുക്കുക മാത്രമാണ് ഇവിടെ ലക്ഷ്യം. ഞാൻ ചോദിക്കട്ടെ, ഈ വേടനെ സംബന്ധിച്ച് പറയുകയാണ്, വേടൻ ഒരു റാപ്പ് സിംഗറാണ്.
ഈ വേടൻ നമ്മൾ എങ്ങനെയാണ് ആദ്യം കേട്ടത്? ഞാൻ റാപ്പ് സിംഗർ എന്ന രീതിയിലല്ല വേടനെ അടയാളപ്പെടുത്തിയിട്ടുള്ളത്, ആദ്യം മുതൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യം വേടൻ എന്ന് പറയുന്ന ഒരാൾ ആരാണ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യാനുള്ള അവസരം പോലും എനിക്ക് തോന്നിയത് ആദ്യം വേടനെ കുറിച്ച് കേൾക്കുന്ന ബലാത്സംഗ പരാതിയാണ്. മീറ്റു മൂവ്മെന്റുമായി ബന്ധപ്പെട്ട വേടനെ കുറിച്ച് 3 സ്ത്രീകൾ, ഒന്നല്ല 3 സ്ത്രീകൾ വന്ന് പറഞ്ഞ വുമൺ അഗൈൻസ്റ്റ് സെക്ഷൽ ഹറാസ്മെന്റ് എന്ന പ്ലാറ്റ്ഫോമിൽ വന്ന് പറഞ്ഞ പ്രശ്നങ്ങളെത്തും. അതിലൊരു പെൺകുട്ടി ദളിത് പെൺകുട്ടിയാണ്, ദളിത് പെൺകുട്ടിയാണ്. അപ്പൊ അതിൽ SC അട്രോസിറ്റി ആക്ട് നിലനിൽക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ വേടനായതുകൊണ്ട് രണ്ടുപേരും SC ആയതുകൊണ്ട് ഒരു പക്ഷേ SC അട്രോസിറ്റി അത് നിയമപരമായ പ്രശ്നമാണ്, നിൽക്കുമോ എന്നുള്ളത് വേറൊരു കാര്യം. എങ്കിൽ പോലും ബലാത്സംഗം തന്നെയാണ്. പെൺകുട്ടികൾ വന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചോദിക്കും എന്തുകൊണ്ടാണ് കേസ് കൊടുക്കാത്തതെന്ന്. ഈ കേസ് കൊടുത്താൽ ആരാണ് ഈ കേസ് നടത്തുക? പെൺകുട്ടികളെയൊക്കെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടാണ് ഇത്തരത്തിലുള്ള കേസുകളുമായി മുന്നോട്ട് പോകാൻ. അവർ പലരും തുറന്നു പറച്ചിൽ നടത്തിയ പലരും കേസുമായി മുന്നോട്ട് വന്നിട്ടില്ല. നമ്മൾ അതിന് ഒരുപാട് ഇപ്പോൾ ദിലീപിന്റെ കേസിൽ ഇതിലേക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ കിട്ടുന്ന പ്രാധാന്യം, അല്ലെങ്കിൽ ഒരു ദിലീപ് ആയതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് ദേഷ്യക്കാരും വൈരാഗ്യക്കാരും എല്ലാം കൂടെ കൊടുക്കുന്ന ഒരു പ്രാധാന്യം ഒരു പക്ഷേ ഇത്തരം കേസുകൾ മറ്റിരകൾക്ക് ലഭിക്കുന്നില്ല. നമ്മൾ ആകെ അറിയുന്ന ഒരേ ഒരു ഇര ആ കേസിലെ ഇര മാത്രമാണ്. ആ കേസിലെ ഇരയ്ക്ക് വേണ്ടിയാണ് കേരളത്തിലെ പൊതുസമൂഹം ഒറ്റക്കെട്ടായി നിന്നിട്ടുള്ളത്. സൂര്യനെല്ലി പെൺകുട്ടിക്ക് കിട്ടാത്ത നീതി, അല്ലെങ്കിൽ സൂര്യനെല്ലി പെൺകുട്ടിക്ക് വേണ്ടി രംഗത്തിറങ്ങാത്തവർ, ബാക്കിയുള്ള നിരവധി പേര് നമുക്കറിയാം. സൂര്യനെല്ലി, കടവന്ത്ര, ഒരുപാട് കേസുകൾ അത്തരത്തിൽ, കവിയൂർ, തെളിയൂർ, വിതുര, ഈ കേസുകൾക്കൊന്നും കിട്ടാത്തൊരു പ്രാധാന്യം ഒരു പക്ഷേ ഈ കേസിൽ കിട്ടിയിട്ടുണ്ട്. ദിലീപിന്റെ ശത്രുക്കൾക്ക് ഉണ്ടായ ഒരു പക്ഷേ ഉണ്ടായ ഒരു ദേഷ്യമായിരിക്കും എന്നും നിലനിർത്തണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പോകുന്നു. പക്ഷെ അപ്പോ അങ്ങനെ ഒരു കേസിൽ ഇത്രയും 10 വർഷം 15 വർഷം നടക്കുമ്പോൾ അങ്ങനൊന്നും ആരും ആ കേസിലൊന്നും അവരെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ പേടിച്ചും ഭയന്നും സാമ്പത്തികമില്ലാത്തത് കൊണ്ടും ഒക്കെ പല ഇരകളും കേസ് കൊടുക്കാതൊക്കെ പോകുന്നുണ്ട്. പക്ഷെ 3 പെൺകുട്ടികൾ അവരുടെ ജെനുവിൻ കൺസേൺ പറയുകയും ഇയാൾ മാപ്പ് പറയുകയും ചെയ്തിട്ടുണ്ട് ആ വിഷയത്തിൽ. ആദ്യം കണ്ടത് ഒരു ബലാത്സംഗം മാപ്പ് പറയേണ്ട വിഷയമാണോ എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ അയാളത് അംഗീകരിച്ചിട്ടുണ്ട്. മാപ്പ് പറയുക എന്ന് പറഞ്ഞാൽ ഞാനത് ഒരിക്കലും ന്യായീകരിക്കുന്നില്ല. മാപ്പ് പറഞ്ഞ് അവസാനിപ്പിക്കേണ്ട ഒന്നല്ല ഇത്തരത്തിലുള്ള, അതും 3 പേരാണ് പറഞ്ഞത്. ഇത്തരത്തിലുള്ള കേസുകൾ മാപ്പ് പറഞ്ഞ് അവസാനിപ്പിക്കേണ്ട കേസുകളല്ല. അതിനെ ഞാൻ അംഗീകരിക്കുന്നുമില്ല. പക്ഷെ അയാൾ മാപ്പ് പറയുന്നു എന്ന് പറയുമ്പോൾ അത് അയാൾ അംഗീകരിക്കുന്നു, അത് സത്യമാണ് എന്നുള്ളതാണ്. അതിനുശേഷം അയാളെ കഞ്ചാവുമായി പിടിക്കുന്ന അടിമാലി നാർക്കോട്ടിക്സ് എല്ലാം 2022 തോന്നുന്നു. അങ്ങനെയാണ് രണ്ടാമത് നമ്മൾ അയാളെ കുറിച്ച് കേൾക്കുന്നത്. അതിനുശേഷമാണ് കഴിഞ്ഞ ഈ അടുത്ത കാലത്ത് വീണ്ടും അയാളെ കഞ്ചാവുമായി പിടികൂടുന്നത്. കഞ്ചാവുമായി മാത്രമല്ല, വെയിറ്റിംഗ് മിഷൻ. എന്തിനാണ് വെയിങ് മിഷൻ? ഒരു ഗായകൻ അവന്റെ ഫ്ലാറ്റിൽ വെയിങ് മിഷൻ വെക്കുന്നു, കഞ്ചാവ് പിടിച്ചെടുക്കുന്നു, പണം പിടിച്ചെടുക്കുന്നു, കഴുത്തിൽ പുലിനഖം കിട്ടുന്നു, അതുപോലെ തന്നെ നിരവധി വിഷയങ്ങൾ. ഇത്തരത്തിൽ ഒരുപാട് അബ്നോർമാലിറ്റീസ് ആ കേസിലുണ്ട്. പക്ഷെ അപ്പോഴും ഈ കേസിൽ ഈ അബ്നോർമാലിറ്റീസ് ഒക്കെ നിലനിൽക്കുമ്പോഴും ഇയാളെ ജാതി പറഞ്ഞുകൊണ്ട് രക്ഷിക്കാനുള്ള ഒരു ശ്രമം, അല്ലെങ്കിൽ ഇയാൾ എന്തോ രാഷ്ട്രീയമാണ് പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇത്തരം ഒരു ശ്രമത്തിന്റെ പിന്നിൽ യഥാർത്ഥത്തിൽ NR മധു പറഞ്ഞത് കൃത്യമാണ്, വിഘടനവാദികളുടെ ലക്ഷ്യം. കാരണം ഒരു ടൂൾ കിറ്റ് പോലെ ഒരു ക്രൈം നടക്കുന്നു, ആ ക്രൈമിൽ മറ്റാർക്കും കിട്ടാത്ത ഒരു പരിഗണന ഇയാൾക്ക് കിട്ടുന്നു. ഇയാളുടെ വാക്കുകൾ, ഈ വാക്കുകൾ എവിടെ നിന്നാണ് ഇയാൾക്ക് ലഭിക്കുന്നത്? ഇയാൾ എഴുതുന്നതാണോ ഈ പറയപ്പെടുന്ന, ഞാനതിനെ പാട്ടെന്ന് പറയില്ല, റാപ്പർ, അയാൾ ഈ പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ ഇയാൾക്ക് എവിടെ നിന്ന് കിട്ടുന്നു? ആരാണ് ഇയാൾക്ക് എഴുതി കൊടുക്കുന്നത്? ഇത്രയും വിഷയങ്ങൾ സംസാരിക്കാൻ അറിയുന്ന ഒരാളാണോ ഇയാൾ? അപ്പോൾ ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഏതോ ഒരു കോണിൽ നിന്ന് ഇയാൾക്ക് സഹായം കിട്ടുന്നുണ്ട്. ആ സഹായം ശരിയാണ്, വിഘടനവാദികളുടെ സഹായമാകാനുള്ള ആദ്യം മുതൽ തന്നെ ഞാൻ പറയുന്നുണ്ട്. ഈ വിഷയം ഉണ്ടായ ശേഷം ആദ്യം മുതൽ തന്നെ ഇയാളെ ന്യായീകരിച്ച ആൾക്കാർ രംഗത്ത് വരും. കാരണം നമ്മൾ ഒരിക്കലും അംഗീകരിക്കാൻ സാധ്യതയില്ലാത്ത കഞ്ചാവ് കൈവശം വെക്കുക, ബലാത്സംഗം ചെയ്യുക, ഇത്തരം വിഷയങ്ങളൊക്കെ ചെയ്തപ്പോഴും അതിനെ അതുപോലും അംഗീകരിച്ചുകൊണ്ട് ജാതിയെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് അയാളുടെ ജീവിത സാഹചര്യങ്ങൾ ഒരു ജീവിത സാഹചര്യം, നമ്മളൊരു ജീവിതത്തിൽ എന്തെങ്കിലും ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിച്ചിട്ടുള്ള മറ്റൊരാളെ ആക്രമിക്കാൻ ലൈസൻസ് അല്ല. ആ ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്നവർ മറ്റുള്ള വ്യക്തികളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും മനസ്സിലാക്കേണ്ടവരാണ്. ഒപ്രസ്ഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അവരോടൊപ്പം നിൽക്കുന്ന ഒപ്രസ്ഡ് ആയിട്ടുള്ളവരെ ചേർത്ത് നിർത്തുകയാണ്, അല്ലാതെ അവരെ പീഡിപ്പിക്കലല്ല ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? വളരെ കൃത്യമായി തന്നെ നമുക്ക് മനസ്സിലാക്കുന്നത് ഇതൊരു വിഘടനവാദത്തിന്റെ വരികൾ അതിലുണ്ട് എന്ന് NR മധു പറഞ്ഞ 100% ശരിയാണ്. നമ്മൾ സിനിമയിൽ നോക്കൂ, അതിലൊരു പ്രധാനപ്പെട്ട സംശയം എന്ന് പറയുന്നത് പല വിഷയങ്ങളിലും പല കേസുകളിലും വന്ന് വാതോരാതെ സംസാരിക്കുന്ന പല ഫെമിനിസ്റ്റ് ആളുകളൊക്കെ ഉണ്ട്. ഈ ഫെമിനിസം എന്ന് പറയുന്ന ആശയത്തോടല്ല ഞാൻ പറയുന്നത്, ഈ ഒരു തീവ്ര ഫെമിനിസം ഉണ്ടല്ലോ, ഈ അങ്ങനെ അതൊരു ഫെമിനിസ്റ്റിക് കൺസെപ്റ്റ് ആണെന്ന് എനിക്ക് അഭിപ്രായമില്ല. ഇപ്പോൾ ഫെമിനിസം, കേരളത്തിലുള്ള ഫെമിനിസം എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഫെമിനിസം ആണെന്ന് ഞാൻ പറയും. കാരണം കേരളത്തിൽ ഫെമിനിസം എന്ന് പറയുന്നതിനെ വേറെ ചില ടാഗുകളിലാണ് അടയാളപ്പെടുത്തുന്നത്. കള്ളു കുടിക്കുക, കഞ്ചാവ് അടിക്കുക, പുരുഷന്മാരുടെ തോളത്ത് കയറിയിരുന്ന വർത്താനം പറയുക, അല്പവസ്ത്രധാരണികളായി എവിടെയെങ്കിലും പോവുക, സിഗരറ്റ് വലിക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് പലപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് പുരോഗമനം എന്നാണ് നമ്മൾ ടാഗ് ചെയ്ത് വെച്ചത്. എൻ്റെ കൺസെപ്റ്റിലെ പുരോഗമനം അതല്ല. ഞാൻ പുരോഗമിക്കപ്പെട്ട ഒരു സ്ത്രീയെ കാണുന്നത്
ഏത് വിഷയം ഉണ്ടായാലും ആ വിഷയത്തെ വളരെ കൃത്യമായി അടയാളപ്പെടുത്തിക്കൊണ്ട് കപ്പാസിറ്റിയോടുകൂടി മുന്നോട്ട് പോയി. ഇപ്പോൾ നമ്മുടെ സോഫിയ ഖുറേഷി, ഞാൻ ശാക്തീകരിക്കപ്പെട്ട ഒരു യുവതിയായി ഞാൻ കാണുന്ന ഒരു സ്ത്രീ, എന്റെ മുമ്പിലുള്ള സ്ത്രീ അതാണ്. അപ്പൊ അങ്ങനെയാണ് ശാക്തീകരിക്കപ്പെടേണ്ടത്. അല്ലാതെ ഈ രീതിയിൽ ശാക്തീകരിക്കപ്പെടുന്നത് എന്തിനാണ്? അതൊരു CPM-ന്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആയിരുന്നു. അതായത് ഇത്തരത്തിലുള്ള പുരോഗമനം കൊണ്ടുവന്നാൽ മാത്രമേ കേരളത്തിലെ കുടുംബ വ്യവസ്ഥ തകർക്കാൻ പറ്റൂ, കേരളത്തിലെ സ്ത്രീകളെ അവർക്ക് കമ്മ്യൂൺ എന്ന രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ, പഴയ കൺസെപ്റ്റിലേക്ക് പോകുന്ന രീതി ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ, താലി പറിച്ചെറിയുക, തുണിയില്ലാതെ നടക്കുക, ഇതൊക്കെയാണോ പുരോഗമനം? ഇതൊന്നുമല്ല പുരോഗമനം. പുരോഗമനത്തിൽ തോതേതല്ല. ഒരു സംസ്ഥാനത്ത് ക്രൈം റേറ്റ്, സ്ത്രീകളോടുള്ള ക്രൈം റേറ്റ് കുറയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പുരോഗമനത്തിന്റെ മാനദണ്ഡമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം പുരുഷനോടൊപ്പം സ്ത്രീക്കും അംഗീകരിക്കാൻ കഴിയുക, അംഗീകരിച്ച് ജീവിക്കാൻ കഴിയുകയാണ് സ്ത്രീകളുടെ പുരോഗമനം. ഇനി സംസ്ഥാനം പുരോഗമിക്കുന്നുണ്ടെങ്കിൽ ക്രൈം റേറ്റ് കുറയണം എന്നുള്ളതാണ്. കാരണം അത്രയധികം സാംസ്കാരികമായ ഉന്നതിയിലെത്തിയാൽ മാത്രമേ നമുക്ക് ക്രൈം റേറ്റ് കുറച്ചു കൊണ്ടുവരാൻ കഴിയുള്ളൂ. എന്നാൽ ഇന്ന് ക്രൈം റേറ്റ് കുറയുന്നില്ല എന്ന് മാത്രമല്ല, സ്ത്രീകൾ ക്രൈമിൽ ഉൾപ്പെടുന്നത് കൂടുകയും ചെയ്യും. അപ്പൊ ഈ സ്ത്രീകളെ ക്രൈമിലേക്ക് തള്ളിവിടുന്നത് ആരാണ്? അത്തരത്തിലുള്ള ക്രൈമുകളിലേക്ക്, അല്ലെങ്കിൽ ആ ക്രൈം ചെയ്താൽ കുഴപ്പമില്ല എന്ന മാനസികാവസ്ഥയിൽ എത്തിക്കുന്ന ആരാണ്? കഞ്ചാവ്. നമ്മുടെ കുട്ടികൾക്ക് തലയ്ക്ക് വെളിവില്ലെന്നേ. ഇപ്പൊ വേടനെ ആഘോഷിക്കുന്നവർ, ഞാൻ പറയും, ഈ 90% കഞ്ചാവ് അടിച്ചവരാണ്. ഈ 17 വയസ്സ് മുതൽ 20 വയസ്സ് വരെ കുഴപ്പമുണ്ട്. അഡോളസെന്റ് ഏജ് ആണ്. എന്റെ അഡോളസെന്റ് ഏജിലും എനിക്കും ഈ ഇത്തരത്തിലുള്ള ഈ മ്യൂസിക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഈ കാതടപ്പിക്കുന്ന മ്യൂസിക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ഒരു 20 വയസ്സൊക്കെ ആയപ്പോൾ എനിക്ക് മനസ്സിലായി ഇതല്ല മ്യൂസിക്. അപ്പൊ ആ ഒരു 3 വർഷത്തേക്ക് പിന്നെ ഇപ്പോഴത്തെ കുട്ടികളെ സംബന്ധിച്ച് അതിൽ കുറച്ചുകൂടി പോകും വയസ്സ്. കാരണം കഞ്ചാവ് അടിക്കുന്നവർ ഈ ടീമിൽ വന്നു ചേരും. ഇത്തരത്തിലുള്ള ആൾക്കാരാണ് ഈ വേടനെ ആഘോഷിക്കുന്നത്. അല്ലാതെ മര്യാദയ്ക്ക് ജീവിക്കുന്ന, മര്യാദയ്ക്ക് കാര്യങ്ങൾ നോക്കിക്കാണുന്ന ഒരാൾ വേടനെ ആഘോഷിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വേടൻ പറയുന്നത് രാഷ്ട്രീയമാണെന്ന് പറയുമ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ സാക്ഷരതയെ കുറിച്ച് ആലോചിച്ചു. ഇപ്പോഴത്തെ എത്ര കുട്ടികളാണ് രാഷ്ട്രീയപരമായി, അല്ലെങ്കിൽ ഒരു വിഷയത്തെ രാഷ്ട്രീയപരമായി ചിന്തിക്കുന്ന എത്ര കുട്ടികളാണ്? വരുന്ന തലമുറയിൽ രാഷ്ട്രീയ ബോധമില്ല. അപ്പോൾ ഈ രാഷ്ട്രീയ ബോധം ഇല്ലാത്ത കുട്ടികൾ അവിടെ അസംബിൾ ചെയ്യുന്നതെല്ലാം വേടന്റെ രാഷ്ട്രീയ സ്വാധീനിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും അനുകൂലിക്കുന്നില്ല. ആ മ്യൂസിക്കൽ, അതായത് അയാളുടെ വരികളിലെ മ്യൂസിക് അല്ല, അയാളുടെ ഉപകരണ സംഗീതം, ആ ഉപകരണങ്ങളിലെ മ്യൂസിക്കിനെ, അത് കുട്ടികളിൽ ഉണ്ടാക്കുന്ന വൈബ്രേഷൻ, അത് ഈ കഞ്ചാവും ഇതൊക്കെ അടിക്കുന്നവർക്ക് അത് കുറച്ചുകൂടി കണക്ട് ചെയ്യാൻ, അല്ല റിലേറ്റ് ചെയ്യാൻ അത്തരം ഒരു ലോകത്തായിരിക്കും അത് മാത്രമാണ് ഇവിടെ ആഘോഷിക്കപ്പെടുന്നത്. ഇവിടെ നമുക്കറിയാം, ആദ്യത്തെ ഗായകനാണോ, ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ ഗായകനാണോ ജാസി ഗിഫ്റ്റ്. നമ്മൾ ഏറ്റവും കൂടുതൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സംഗീത സംവിധായകനും ഗായകനും ഒക്കെ ആയിട്ടുള്ള രമേശ് നാരായണൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഗസൽ സംഗീതജ്ഞനാണ്. അദ്ദേഹത്തിന് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അദ്ദേഹം. അതുപോലെ തന്നെ സിനിമാ രംഗത്ത് നോക്കിയാൽ ഡയറക്ടർ ലെനിൻ രാജേന്ദ്രൻ, ക്ലാസ് ഡയറക്ടറായിരുന്ന ലെനിൻ രാജേന്ദ്രൻ, ഇങ്ങനെ നിരവധി പേർ ആ വിഭാഗത്തിൽ നിന്നുള്ളവരാണ്. കലാഭവൻ മണി നമ്മൾ ആഘോഷിച്ചവരല്ലേ? നമ്മൾ അവരെ ആരെങ്കിലും ജാതി പറഞ്ഞിട്ട് മാറ്റി നിർത്തിയിട്ടുണ്ടോ? അത് അവരുടെയൊക്കെ ജാതി നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പൊ ഇത് പറയേണ്ടി വരുമ്പോൾ മാത്രമാണല്ലോ. ലെനിൻ സാറുമായിട്ട് വളരെ അടുത്ത ആത്മബന്ധമുള്ള ഒരാളായിരുന്നു ഞങ്ങൾ വൈകുന്നേരം പോയിരുന്ന ഇന്ത്യൻ കോഫി ഹൗസിൽ പോയിരുന്ന വർത്താനം പറഞ്ഞ് ഈ സിനിമാ കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന വളരെ ആത്മബന്ധമുള്ള ഒരാളായിരുന്നു. അപ്പൊ ഇവരാരും ഞാൻ ഒരിക്കൽ പോലും ലെനിൻ സാറിന്റെ വായിൽ ജാതി എന്ന് പറയുന്ന ഒരു വാക്ക് പോലും കേട്ടിട്ടില്ല. സത്യത്തിൽ ഞങ്ങൾക്ക് ആ കൂടെയുള്ള ആൾക്കാർ അങ്ങനെയാണെന്ന് തോന്നിയിട്ടില്ല. ഇനി രാഷ്ട്രീയ രംഗത്ത് നോക്കിയാൽ മന്ത്രിമാർ, MLA-മാർ, അതുകൂടാതെ ആലോചിച്ച് നോക്കൂ, ഇന്ത്യയുടെ രാഷ്ട്രപതി ആരാണ്? ദ്രൗപദി. അവർ ഏതെങ്കിലും സമയത്ത് ജാതി പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ നോക്കിയാൽ അങ്ങനെ KR നാരായണൻ കേരളത്തിൽ നിന്നുള്ള ആളായിരുന്നു. എവിടെയാണെന്ന് ഈ ജാതി ഉണ്ടെന്ന് ഇവർ പറയുന്നത്? എവിടെയെങ്കിലും ഒക്കെ പണ്ടുണ്ടായിരുന്നതിന്റെ ഉപോത്ബലകമായി എവിടെയെങ്കിലും ഒക്കെ കാണും. പക്ഷേ ഈ ജാതി എന്ന് പറയുന്നത് ഉയർന്നു വരാനുള്ള ഒരു തടസ്സവും, ജാതി കൊണ്ട് ഉയർന്നു വരാൻ കഴിയില്ല എന്നൊരു തടസ്സവും ഭാരതത്തിലോ കേരളത്തിലോ ഇല്ല എന്ന കാര്യം വളരെ വ്യക്തമായിട്ടുണ്ട്. ഇനി അഥവാ ജാതി ഉണ്ടെങ്കിൽ അത് കേരളത്തിലെ സർക്കാരിന്റെ തെറ്റാണെന്നേ. ഈ വേടൻ ഇത്രയധികം കരഞ്ഞു വിളിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ ജാതി ഉണ്ടെന്ന് വേടൻ കേരളത്തിലാണല്ലോ ജീവിച്ചത്, വേറെ എവിടെയെങ്കിലും വേടൻ ജീവിച്ചിട്ടില്ലല്ലോ, വേറെ ഒരു രാഷ്ട്രീയ സാഹചര്യവുമായി ഇടങ്ങി ചെയ്തിട്ടില്ല. അപ്പോ വേടൻ ഇന്നും ജാതി പറഞ്ഞ് കരയുന്നുണ്ടെങ്കിൽ, കേരളത്തിലെ ജനങ്ങൾ ജാതി പറഞ്ഞ് കരയുന്നുണ്ടെങ്കിൽ, അത് കേരളം കാലാകാലങ്ങളായി ധരിച്ച CPM-ന്റെയും കോൺഗ്രസിന്റെയും പ്രശ്നമാണെന്നേ. ഈ പാവങ്ങളെ എല്ലാം കൂട്ടി നിർത്തി ജാതീയതയ്ക്കെതിരെ സമരം ചെയ്തവരാണ് CPM എങ്കിൽ അവരുടെ കുഴപ്പമാണെന്നേ ഞാൻ ചോദിക്കുന്നത്. ഇന്ന് വരെ ഒരു ദളിതനെ പോളിറ്റ് ബ്യൂറോയിൽ വെക്കാൻ കഴിയാത്തവരല്ലേ ഇവർ? പാവങ്ങളെ ജാതി പറഞ്ഞ് പറ്റിക്കുകയല്ലേ CPM ചെയ്തുകൊണ്ടിരിക്കുന്നത്? സെക്രട്ടറി ആക്കിയിട്ടില്ല, അതാ ഒരു വനിതയെ മുഖ്യമന്ത്രി ആക്കിയിട്ടില്ല. എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഗൗരിയമ്മയെ ജാതി പറഞ്ഞ് ആക്ഷേപിച്ചത് ഇവരല്ലേ? പിന്നെ എവിടെയാണ് ജാതിയെ കുറിച്ച് പറയുന്നത്? ആരാണ് ഏതെങ്കിലും BJP-ക്കാരുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഏതെങ്കിലും BJP-ക്കാരുമായി ബന്ധപ്പെട്ട് അവരുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ആരെങ്കിലും അവർ ജാതി പറഞ്ഞ് ആക്ഷേപിച്ചു എന്നൊരു കേസ് കേരളത്തിൽ വന്നിട്ടുണ്ടോ? അല്ല, അത് മാത്രമല്ല, ഈ CPM-ന്റെ ഉൾ പാർട്ടി ഗ്രാമങ്ങളുണ്ട്, അവിടെയൊക്കെ എന്താ നടക്കുന്നത്? അവിടെയൊക്കെ അവരവരുടെ ജാതിയിലല്ലാതെ കുട്ടികളൊക്കെ പ്രേമിക്കുകയാണെങ്കിൽ പ്രശ്നം ഉണ്ടാവും. അതൊക്കെ മാറ്റേണ്ടത് അടിത്തട്ടിൽ. ഈ CPM എന്ന് പറയുന്ന സംഘടന വിചാരിച്ചാൽ അടിത്തട്ടിലുള്ള കുടുംബങ്ങളിൽ നിന്ന് ഇനി വേണ്ട, ജാതി വേണ്ട തീരുമാനിച്ച് നടക്കാവുന്ന കാര്യമല്ലേ? പക്ഷെ ഇവർക്ക് വേണം. ജാതി പറഞ്ഞുകൊണ്ടിരുന്നാൽ മാത്രമാണ് ഇവർക്ക് ലാഭം ഉണ്ടാവുക. അതാണ് അതിന്റെ യഥാർത്ഥ കാര്യം.
അതുകൊണ്ട് വേടനെ ആഘോഷിക്കുന്നവർ, ഞാൻ മനസ്സിലാക്കുന്നത് വേടനെ ആഘോഷിക്കുന്നവർ കേരളത്തിലുള്ള കഞ്ചാവും അതുപോലുള്ള ചില മറ്റു കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നവരും കേരളത്തിലെ ഏറ്റവും അഡോളസെന്റ് ഏജിൽപ്പെട്ട കുട്ടികളും മാത്രമാണ്. അത് സംഗീതത്തിന്റെ, വേടൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ സംഗീതത്തിന്റെ ഒരു കാര്യം മാത്രമാണെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അതിലെ പൊളിറ്റിക്സോ വേടന്റെ പൊളിറ്റിക്സ് ഒന്നും നരേന്ദ്രമോദിയും അമിത്ഷായും ഒന്നും വേടന്റെ വാക്കുകൾ കേട്ടിട്ട് മനസ്സിലാക്കുകയോ അല്ലെങ്കിൽ അവർ വന്ന് വേടൻ 5 ഗ്രാം കഞ്ചാവ് കൊടുത്ത ശേഷം ഡൽഹിക്ക് കയറിപ്പോയിട്ട് പിണറായി വിജയനെ വിളിച്ചു പറഞ്ഞ് കേസെടുപ്പിച്ചതോ അല്ല. കേരളത്തിലെ പോലീസാണ് കേസെടുത്തിട്ടുള്ളത്. ഇതിന് സമാനമായ ക്രൈം അയാൾ നേരത്തെയും ചെയ്തിട്ടുണ്ട്. വേടൻ ഒരിക്കലും, ഞാൻ പറയുന്ന വേടൻ ഒരിക്കലും വിശുദ്ധനല്ല. എന്റെ മുന്നിൽ വേടൻ ക്രിമിനൽ തന്നെയാണ്. സാധാരണക്കാരന്റെ മുന്നിലും വേടൻ ക്രിമിനലാണ്. ചില ആൾക്കാർക്ക് 5 ഗ്രാം കഞ്ചാവ് വെക്കുന്ന കുഴപ്പമില്ലായിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം 5 ഗ്രാം പോയിട്ട് 1 മില്ലിഗ്രാം കഞ്ചാവ് വെക്കുന്നത് പോലും തെറ്റാണ്, അല്ലെങ്കിൽ കഞ്ചാവ് ഉപയോഗിക്കുന്നത് തെറ്റാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഞാൻ വേടനെ സംഗീതജ്ഞനായോ വലിയ രാഷ്ട്രീയ പറയുന്ന ഒരു റാപ്പറായോ അല്ല കാണുന്നത്. ഞാൻ വേടനെ കാണുന്നത് ക്രിമിനലായി തന്നെയാണ്, ബലാത്സംഗിയായി തന്നെയാണ്. വേടൻ കൃത്യമായി തന്നെ അത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്ന ഒരാളായി തന്നെയാണ് ഞാൻ വേടനെ കാണുന്നത്. അവിടെ ജാതിയോ മതമോ ഒന്നും പ്രശ്നമല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.